അപ്പോൾ ഇതേ നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ് പുറകിൽ കാണുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട്. ആക്ച്വലി ഞാൻ തൃശ്ശൂർ ആണെങ്കിലും കൂടി ഇങ്ങോട്ടേക്കൊക്കെ വരവ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള അമ്പലമാണ് കേട്ടോ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇതുവരെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ടില്ല. എന്തായാലും ഞാൻ അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതായിരിക്കും. ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പൊ അവിടെ ഒത്തിരി പേര് നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ എന്റെ കുറച്ച് ഫോട്ടോ പോസ്റ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. തൃശ്ശൂർ പൂരത്തിനുണ്ടല്ലോ, തൃശ്ശൂർ പൂരത്തിന് നമ്മുടെ ഇന്ന് തിടം പേറ്റിയിട്ടുള്ള ആന വാതിൽ തുറന്നു വരുന്ന ആ സീൻ ഉണ്ടല്ലോ, അത് ഇവിടുന്നാണ് അല്ലേ, ഇവിടുന്നല്ലേ, ഇവിടുന്ന് ആണെന്നാണ് എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഇത് ഇവിടുന്ന് ആയിരിക്കണം. വെയിലാണ് സുഹൃത്തുക്കളെ, ഒരു വെയിലാണ്, ഒരു രക്ഷയില്ലാട്ടോ. ഇവിടുന്ന് പോകുമ്പോഴേക്കും എൻ്റെ സ്കിന്നൊക്കെ ആകെ ടാൻ അടിച്ചിട്ടുണ്ടാവും. എന്നാലും വേണ്ടിയില്ല, ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് തൃശ്ശൂർ വരുന്നത് കേട്ടോ. ടി വിയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു കവാടത്തിന് മുന്നിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ഇവിടുന്നാണ് നമ്മുടെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ഇങ്ങനെ നട തുറന്നു വരുന്ന ആ ഒരു സീനുള്ളത്. അപ്പൊ ഭയങ്കര നല്ല കൊത്തുപണികളൊക്കെയാണ് കേട്ടോ എവിടെയുള്ളത്. പക്ഷെ പഴക്കം കൊണ്ടാണോന്നറിയില്ല, ചില സ്ഥലത്ത് കണ്ടില്ലേ പൊട്ടിക്കൊഴിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. മൊത്തത്തിൽ ഉണ്ടാവും നല്ലതായിട്ട് അടിപൊളിയിട്ടുണ്ട്. എത്ര ക്ലോസ് ആയിട്ട് ആക്ച്വലി ഇപ്പോഴാണ് കാണുന്നത്. നോക്കിയേട്ടാ അവിടെ ആ മരം നല്ല രസമുണ്ടല്ലോ. ആ മരം ആക്ച്വലി നമ്മൾ എവിടേക്കാ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിബിഷൻ കാണാനാണ് പോണത്. ഇവിടെ നിന്ന് എക്സിബിഷൻ എങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് ഈ എക്സിബിഷൻ ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണാം. ാണ് കേട്ടോ. നല്ല പച്ചപ്പും നല്ല ധാരാളം മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ പേര് അവരുടെ എന്താ പറയാ എൻജോയ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. നിർത്തുമ്പോ കുട്ടികൾ കയറി കളിക്കണ നോക്കിയേ. പിന്നെ ഇതാ കണ്ടോ, എന്ത് വലിയ ആൽത്തറയാണല്ലേ, എന്ത് വലിയ മരങ്ങളാണ്. വാവ് നൈസ്. എന്ത് വലിയ ക്ഷേത്രം അതിൽ കേട്ടാലേ. ഒത്തിരി വർഷം പഴക്കമുള്ളൊരു അമ്പലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ ധാരാളം ഫ്രണ്ട്സുകൾ ഇരുന്നിട്ട് സല്ലപിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സുഹൃത്തുക്കളെ പൂരം എക്സിബിഷൻ 2025. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിപ്പോഴല്ല കേട്ടോ തുടങ്ങുക. ഇത് ഈവനിങ് ആണ് ഇതിന് ഓപ്പണിങ് ടൈം. നമ്മുടെ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ രാവിലെ വന്നു. ഇപ്പോൾ സമയം ഒരു 11-11:30 ആയിട്ടുണ്ടാവും. എന്തായാലും നല്ല ഒന്നാന്തരം അബദ്ധം പറ്റിയിട്ടുണ്ട്. അനീഷേട്ടനെ കൊല്ലും, ഞാൻ ഒന്നും അറിയാണ്ട് വന്ന കാരണം കൊണ്ട്. എക്സിബിഷൻ അവിടെയാണ് സുഹൃത്തുക്കളെ. പക്ഷേ എന്താ പറയുക, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി വന്നതാണ്. എക്സിബിഷൻ സ്റ്റാർട്ടായിട്ടില്ല കേട്ടോ. വലിയൊരു മണ്ടത്തരം പറ്റി. ഇനിയിപ്പോൾ എവിടെ പോകും, ഇനി എവിടെ പോകുന്ന ആലോചിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ പോവാണ് സുഹൃത്തുക്കളെ. ഓട്ടോയിൽ നമ്മൾ ഒരു പാലസ് കാണാൻ പോവാട്ടോ, വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെ. ഇതാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ സ്ഥലം, പുരാവസ്തു മ്യൂസിയം, ശക്തൻ തമ്പുരാൻ കൊട്ടാരം, തൃശ്ശൂർ. ഇത് ഭയങ്കര ഒരു ഹിഡൻ ജെമ്മാണ് കേട്ടോ തൃശ്ശൂരിലത്തെ. അടിപൊളി സ്പോട്ടാണ്. എന്താ ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭംഗി നോക്ക്, അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ധാരാളം ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ, രസമായിട്ടുണ്ട്. അപ്പോൾ അവർ ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ് കേട്ടോ. ടിക്കറ്റ് ചാർജ് 35 അല്ലേ. ഓക്കെ.
ഫോട്ടോഗ്രാഫി എടുക്കണമെങ്കിൽ 10 രൂപ എക്സ്ട്രാ അല്ലേ? ഒരു ഹിഡൻ സ്പോട്ടാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ വന്നിട്ട് ഇതാ റീൽസ് എടുക്കണുണ്ടോ. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ, കിടക്കാച്ചിയാണ്. കാണാനായിട്ട് കൊട്ടാരം നോക്കിയേ, നമ്മുടെ മണിച്ചിത്രത്താഴ് കൊട്ടാരല്ലേ അതുപോലെ ഉണ്ടല്ലേ, നൈസ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് റൗണ്ട് അടിക്കാം കേട്ടോ. എന്ത് ഭംഗിയുള്ള ഒരു എന്താ പറയാ നടപ്പാതയാണല്ലേ, നല്ല ഭംഗിയുള്ള ചെടികളുണ്ടോ. ഭയങ്കര ഒരു കിളിവാതിൽ പോലത്തെ ജനാലാണ്. ആളുകൾക്ക് ശേഷമാട്ടോ ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നെ ഇത്ര ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇപ്പോഴാണ് കാണുന്നുണ്ടാവുക ബഹ്റിനിൽ നിന്ന് വന്നതിന് ശേഷം കേട്ടോ. ആക്ച്വലി പുറത്ത് പോകുമ്പോണ്ടല്ലോ എനിക്ക് വല്ലാത്തൊരു എനർജി കിട്ടും, ഞാൻ ഹാപ്പി ആവും. ഒരാഴ്ചത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള എനർജി എനിക്ക് ഈ ഒരു ട്രാവലിങ്ങിന് കിട്ടുന്നതായിരിക്കും. എൻട്രൻസ് എന്ത് ഭംഗിയാണല്ലേ, കൊട്ടാരമുറ്റം രസമായിട്ടുണ്ടല്ലേ. ഇനി ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് പുറത്തുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ശക്തൻ തമ്പുരാൻ താമസിച്ചിരുന്ന ഒരു പാലസ് ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയായിട്ടുള്ള നടപ്പാതകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ രസം. ഇതാണ് സുഹൃത്തുക്കളെ മുളങ്കാട്. ഇവിടുന്ന് മുള വെട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയാ മുള കൊണ്ട് ഓരോ തൂണൊക്കെ ഉണ്ടാക്കില്ലേ, പിന്നെ ഈറ്റാന്നും പറയും മുളേനെ. പിന്നെ എന്താണ് അതേ വളഞ്ഞിട്ടുണ്ട് കുറേ മുളങ്കാട് കൂട്ടം. ഇത് വലിയൊരു കല്ലാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇതിന് എനിക്ക് തോന്നുന്നത് കുടക്കല്ലെന്നാണ് പറയാൻ തോന്നുന്നത് കേട്ടോ. ഇതൊരു ഷേപ്പ് കണ്ടിട്ട് ഒരു കുടയുടെയും അതുപോലെ തന്നെ കൂണിന്റെ ഒക്കെ ഷേപ്പ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ ഒരു കല്ലുണ്ട്, അത് നോക്കാം. ഇവിടെയൊക്കെ നിറച്ച് മുളങ്കാടുകൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കല്ലുണ്ട്, കല്ലാലായത്. പിന്നെ ഇവിടെ എക്സ്കവേഷൻ ചെയ്തിട്ടുള്ള കുറെ പുരാവസ്തു അവശിഷ്ടങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ.